കുവൈറ്റ് ദുരന്തത്തിൽ മരിച്ചവരിൽ കാണാതായ ചാവക്കാട് സ്വദേശിയും ഉൾപ്പെടുന്നു എന്നതാണ്. തെക്കൻ പാലയൂർ സ്വദേശി ബിനോയ് തോമസ് ആണ് മരിച്ചത്. 5 ദിവസം മുൻപാണ് ബിനോയ് കുവൈറ്റിലെത്തിയത്. സൂരജ് സജി തൃശ്ശൂരിൽ നിന്ന് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. സൂരജ്, ഇന്ന് രാവിലെ മുതൽ ഇദ്ദേഹത്തെ കാണാനില്ല എന്നൊരു വിവരമുണ്ട്. ഈ അപകടമുണ്ടായ അതേ കെട്ടിടത്തിൽ തന്നെയാണ് അദ്ദേഹം താമസിച്ചതെന്നാണ് ആ ഘട്ടത്തിൽ അറിഞ്ഞത്. അദ്ദേഹത്തിൻ്റെ മരണവാർത്ത, വളരെ ദാരുണമായ ഒരു വിവരം കൂടി ഇപ്പോൾ വരുന്നുണ്ട്. എന്താണ് വിവരം? ജോലി ആയിരുന്നു അദ്ദേഹത്തിനും അവിടെയും. 5 ദിവസം മുമ്പാണല്ലോ അവിടെ എത്തിയത് അദ്ദേഹം. എന്തൊക്കെയാണ് ഈ ഘട്ടത്തിൽ ലഭ്യമാകുന്ന വിവരങ്ങൾ? വിജയകുമാർ, 5 ദിവസം മുമ്പാണ് ഈ ചാവക്കാട് തെക്കൻ പാലയൂർ സ്വദേശിയായിട്ടുള്ള ബിനോയ് തോമസ് കുവൈറ്റിലേക്ക് എത്തുന്നത്. ഈ അപകടം നടന്ന ദിവസം പുലർച്ചെ 2 മണി വരെ ഈ ബിനോയ് തോമസ് ഓൺലൈനിലുണ്ടായിരുന്നു. പിന്നീട് ഈ ബിനോയിയെ ബന്ധപ്പെടാൻ കഴിഞ്ഞിരുന്നില്ല. ഇതേ തുടർന്ന് കുടുംബത്തിന് വലിയ ആശങ്കകളുണ്ടായിരുന്നു. അതായത് ഈ അപകടം നടന്ന സ്ഥലത്ത് തന്നെയാണ് ബിനോയ് താമസിച്ചിരുന്നത് എന്നൊരു നിഗമനം കുടുംബത്തിനുണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ഇവർ ഈ വിവരം പ്രവാസി ക്ഷേമനിധി ബോർഡ് ചെയർമാനായിട്ടുള്ള KV അബ്ദുൾ ഖാദറിന് കൈമാറുകയായിരുന്നു. തുടർന്ന് ഇന്ന് രാവിലെ എല്ലാം തന്നെ ഇത് സംബന്ധിച്ചുള്ള വിവരം ഈ നോർക്കയ്ക്ക് ഉൾപ്പെടെ കൈമാറി ബിനോയ്ക്ക് വേണ്ടിയുള്ള അന്വേഷണം അത് കുവൈറ്റിൽ വലിയ രീതിയിൽ ഊർജിതമാക്കിയിരുന്നു. ഈ അപകടത്തിൽപ്പെട്ടവരുടെ വിവരങ്ങൾ ഉൾപ്പെടെ ശേഖരിച്ചുകൊണ്ട് ബിനോയിയെ കണ്ടെത്താനുള്ള ഒരു ശ്രമമാണ് നടത്തിയത്. ഇതിനിടയിലാണ് ബിനോയ് ഈ അപകടത്തിൽ മരിച്ചുവെന്ന സ്ഥിരീകരണം ഇപ്പോൾ വന്നിരിക്കുന്നത്. നോർക്കയ്ക്ക് ഇത് സംബന്ധിച്ചുള്ള അറിയിപ്പ് ഇതിനോടകം തന്നെ ലഭിച്ചിട്ടുണ്ട്. കുടുംബത്തിന് അല്പസമയത്തിനകം തന്നെ ഇതിന്റെ ഔദ്യോഗിക വിവരം കുടുംബത്തെ കൈമാറും. എന്തായാലും ഉന്നത കേന്ദ്രങ്ങളെല്ലാം തന്നെ ഈ മരണം സ്ഥിരീകരിച്ചു കഴിഞ്ഞു. നോർക്ക ഔദ്യോഗികമായി തന്നെ ഈ വിവരം സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. 5 ദിവസം മുമ്പാണ് ബിനോയ് പോയത്. എന്തായാലും ബിനോയുടെ മറ്റു വിവരങ്ങളെല്ലാം തന്നെ ലഭ്യമായി വരുന്നുള്ളൂ. എന്തായാലും കുടുംബത്തെ സംബന്ധിച്ച ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു. ബിനോയ് ഈ അപകടത്തിൽ പെട്ടിരിക്കില്ല എന്ന അവസാന നിമിഷം വരെ ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു. പക്ഷേ ആ പ്രതീക്ഷകളെല്ലാം നഷ്ടപ്പെട്ട അവസ്ഥയിലാണുള്ളത് വിജയകുമാർ. വീണ്ടും നിർഭാഗ്യകരമായ ഒരു വാർത്ത കൂടിയാണ് വരുന്നത്. കാണാതായ ചാവക്കാട് സ്വദേശി അദ്ദേഹവും മരിച്ചു. തെക്കൻ പാലയൂർ സ്വദേശി ബിനോയ് തോമസ് ആണ് മരിച്ചത്. ബിനോയ് 5 ദിവസം മുമ്പാണ് കുവൈറ്റിലെത്തിയത്. അദ്ദേഹത്തെ കാണുന്നില്ല എന്നായിരുന്നു ഇന്ന് രാവിലെ വന്ന റിപ്പോർട്ട്. അദ്ദേഹം ഈ അപകടത്തിൽപ്പെട്ടു എന്ന് ഇപ്പോൾ സ്ഥിരീകരിച്ചിട്ടുണ്ട്. സൂരജ് സജിയാണ് വിവരങ്ങൾ നൽകിയത് തൃശ്ശൂരിൽ നിന്ന്.